ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ഡ്രൈവർ കം ഒ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ മുന്നത്തെ ഡ്രൈവർ കം ഒ എക്സാമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ ഡ്രൈവറിൽ കുറേ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് നടന്ന ഒരു ഒ എക്സാമിൽ മാത്രമായിരുന്നു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ നമ്മളുടെ സെയിം പോലീസിൻ്റെയും ഫയർമാൻ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചിട്ട് വന്നത്. അതായത് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ നിയമങ്ങളും ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു വന്നിരുന്നത്. പക്ഷെ അതിന് മുന്നേയുള്ള ഡ്രൈവർ എക്സാമുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സിലബസ് പറയുമ്പോൾ എഞ്ചിനെ കുറിച്ചും നമ്മളുടെ ഗിയർ ബോക്സിനെ കുറിച്ചും വാഹനങ്ങളെ കുറിച്ചും ഡ്രൈവിംഗ്, ട്രാഫിക് സിഗ്നൽസ്, സിമ്പിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 2023 അതായത് ലാസ്റ്റ് നടന്ന ഡ്രൈവറിൻ്റെ കോമൺ ടെസ്റ്റിലെ ടെക്നിക്കലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോകളിലൊക്കെ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുമായിട്ടും റെഗുലേഷൻസുമായിട്ടും അങ്ങനെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നടന്ന എക്സാമിലെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണിത്. അപ്പോൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്ന് എന്താ എന്നുള്ളത് നോക്കാം. ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്കൊന്ന് അനാലിസിസ് ചെയ്തിട്ട് പഠിക്കാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിന് വേണ്ടി വേറെ ഒരു എക്സ്ട്രാ നോട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടെത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എഞ്ചിൻ ഏതാണ് എന്നുള്ളത് ചോദിക്കുന്നത്. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു ഓട്ടോമൊബൈൽ പഠിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് അങ്ങനെ ഒരു പഠിക്കുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള അങ്ങനെ രീതിയിലൊരു ക്വസ്റ്റ്യൻ അല്ല. കാരണം ഒരു സ്പാർക്ക് പ്ലഗ് എന്താണെന്നുള്ളത് ഒരു 2 വീലർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മുതലേ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് ഒരു പ്ലഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എഞ്ചിൻ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും അങ്ങനെ 2 എഞ്ചിന് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും, ഡീസൽ എഞ്ചിൻ ഉണ്ടാവും. അപ്പോൾ സ്പാർക്ക് പ്ലഗ് ഏത് എഞ്ചിനിലാണെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, CNG, LPG. അപ്പോൾ ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് CNG എന്ന് പറയുന്നത്, അല്ലേ? പെട്രോൾ CNG കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇതിൽ ഡീസൽ എഞ്ചിനിൽ നമ്മുടെ ഡീസൽ വാഹനങ്ങളിലാണ് നോർമലി സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്ന എഞ്ചിൻ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു വ്യത്യാസം കിട്ടി. ഒരു ഡീസൽ എഞ്ചിൻ്റെയും ഒരു പെട്രോൾ എഞ്ചിൻ്റെയും വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസറാണ് എന്ത്? പെട്രോൾ എഞ്ചിനുകളിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നു, ഡീസൽ എഞ്ചിനുകളിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. ഇത് നോർമലി നമ്മൾ എഞ്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബേസിക് പഠിക്കുന്നതാണ്. ഇതിന് ചെറിയ അഡ്വാൻസ് MPFI എഞ്ചിനുകൾക്ക് എത്തുന്ന സമയത്ത് അഡ്വാൻസ് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗും ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറിയിട്ടൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഇത് ബേസിക് നമുക്ക് പഠിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ തന്നെ കറക്റ്റ് ഇതിൻ്റെ ആൻസർ ഡീസൽ എഞ്ചിൻ എന്ന് തന്നെയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഞാൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എത്ര ബാറ്ററി ഉണ്ടായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എത്ര ബാറ്ററി അല്ലെങ്കിൽ എത്ര ബാറ്ററി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 4, 3, 2, 1. അത് 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ, നമ്മുടെ വാഹനങ്ങളിൽ നോർമലി നമ്മൾ 12 വോൾട്ട് ബാറ്ററികളും 24 വോൾട്ട് ബാറ്ററികളിലും 24 വോൾട്ടിലും ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിലൊക്കെ നോർമലി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? 12 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഹെവി ഡ്യൂട്ടി വാഹനങ്ങളിലൊക്കെ, അല്ലേ, അതായത് വലിയ ലോറികൾ പോലുള്ള വലിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 24 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 24 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇത് അതിൽ കൂടുതൽ വോൾട്ട് ഉപയോഗിക്കുന്ന ബാറ്ററികളുണ്ട് കേട്ടോ. കൂടുതൽ കപ്പാസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ ബാറ്ററികൾ കൊടുക്കുന്നതുമുണ്ട്. സോ 24 വോൾട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ ബാറ്ററി എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി 2 ബാറ്ററി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതിനായിരിക്കും. LMVകളിലൊക്കെ ഒരു ബാറ്ററി നമുക്ക് കാണാൻ പറ്റും. വലിയ വാഹനങ്ങളിൽ 2 ബാറ്ററി ഉണ്ടാവും. 3 ബാറ്ററി ഉപയോഗിക്കുന്ന ഹെവി ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. ഭാരത് ബെൻസ് പോലുള്ള വലിയ ലോറികൾക്കൊക്കെ 3 ബാറ്ററി സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. 2 നമ്മുടെ വാഹനത്തിന്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും വർക്ക് ചെയ്യാനും, ഒരെണ്ണം അതിലെ ലൈറ്റിങ്ങും ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി ഒരു ബാറ്ററി ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും മനസ്സിലാക്കുക, 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ 2 ബാറ്ററി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കുക. ഇനി 12 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് 12.6 വോൾട്ട് എന്നാണ് കറക്റ്റ് അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു സെല്ല് ടോട്ടല് 6 സെല്ലാണ് ഒരു ബാറ്ററിക്ക് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന വാഹന ബാറ്ററികൾക്ക് ഉള്ളത്. അതിൽ ഒരു സെല്ലിന്റെ വോൾട്ട് എന്ന് പറയുന്നത് 2.1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക, ഉറപ്പിക്കുക. 2.1 വോൾട്ട് ഇൻറ്റു 6 ആകുമ്പോൾ 12.6 വോൾട്ട് ആണ് ടോട്ടൽ ഒരു ബാറ്ററിന്റെ. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് അത് 12 വോൾട്ട് ബാറ്ററി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് ഞാൻ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്.
CRDയുടെ പൂർണ്ണ രൂപം. നമ്മൾ പെട്രോൾ എഞ്ചിന്, ഡീസൽ എഞ്ചിന്, MPFI എഞ്ചിന് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു എഞ്ചിനാണ് CRDI എന്ന് പറയുന്നത്. ഈ CRDIയുടെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡ്രൈവർ കം OA എക്സാമുകളിൽ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അധികം വരുന്ന ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള സംഭവത്തിന്റെ ഫുൾ ഫോം ചോദിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആളുകൾക്ക് തെറ്റിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CRDയുടെ പൂർണ്ണ രൂപം, MPFIന്റെ പൂർണ്ണ രൂപം, അങ്ങനെ ചെറിയ ചെറിയ വേർഡുകൾ ഉണ്ടാവും, ടെക്നിക്കൽ വേർഡ്സുകൾ ഉണ്ടാവും. അതിന്റെ പൂർണ്ണ രൂപങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ, കോമൺ റെയിൽ ഡീസൽ ഇഗ്നിഷൻ, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഇവ ഒന്നുമല്ല. അപ്പോൾ ഇതിൽ ഓരോന്നിന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കോമൺ റെയിൽ ആണെന്നില്ല ഓൾറെഡി അറിയാം. അതിൽ ഡീസൽ ഇഞ്ചക്ഷൻ ആണോ, ഡീസൽ ഇഗ്നിഷൻ ആണോ, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണോ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അതായത് ഒരു എഞ്ചിന്റെ അകത്തോട്ട്, സിലിണ്ടറിന്റെ അകത്തോട്ട് എങ്ങനെയാണോ നമ്മൾ ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത്, ഡീസൽ വാഹനങ്ങളിലാണ് CRDI കാണപ്പെടുന്നത് കേട്ടോ, ഡീസൽ വാഹനങ്ങളിലാണ്. അപ്പോൾ എങ്ങനെയാണോ ഡീസൽ ഇഞ്ചക്ട് ചെയ്യുന്നത്, ആ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ ഇടുന്ന പേരാണ് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഞാൻ നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ വായു അകത്തേക്ക് എടുക്കുന്ന സ്ട്രോക്ക് ഏതാണ്? നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ 4 സ്ട്രോക്കുകളുണ്ട്. 4 സ്ട്രോക്കുകളിൽ വായു അകത്തോട്ട് എടുക്കുന്ന സ്ട്രോക്ക് ഏതാണ്? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 4 സ്ട്രോക്കുകൾ എന്താണെന്നും ആ 4 സ്ട്രോക്കുകളുടെ വർക്കിങ്ങും നമ്മൾ അറിഞ്ഞിരിക്കണം. സെക്ഷന്, കംപ്രഷന്, പവർ, എക്സോസ്റ്റ്, 4 സ്ട്രോക്കുകളുടെ പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ. വായു അകത്തോട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് വായു അകത്തോട്ട് എടുക്കുന്ന സ്ട്രോക്കാണ് ഫസ്റ്റ് സ്ട്രോക്കിനെ നമ്മൾ സെക്ഷൻ സ്ട്രോക്ക് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇൻലെറ്റ് സ്ട്രോക്ക് എന്നുള്ള പേരിലും വരാം കേട്ടോ. സെക്ഷനാണ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളത്, ടെക്നിക്കലി ഉപയോഗിക്കാറുള്ളത്. ഇൻലെറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരി തന്നെയാണ് കേട്ടോ. ഇൻലെറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നതും അത് ശരിയാണ്. സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്, ഇങ്ങനെ 4 സ്ട്രോക്കാണ് നമുക്ക് ഉള്ളത്. നെക്സ്റ്റ്, അപ്പോൾ ഇതിന്റെ ആൻസർ സെക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു പ്രാവശ്യം തിരിയുമ്പോൾ പിസ്റ്റൺ എത്ര പ്രാവശ്യം മുകളിലോട്ടും താഴേക്കും ചലിക്കുന്നു? ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ, അപ്പോൾ നമുക്ക് ഇവിടെ 4 സ്ട്രോക്ക് എഞ്ചിൻസും ഉണ്ട്, അതേപോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിന് 2 സ്ട്രോക്ക് എഞ്ചിന് ഡിഫറൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ നട്ടല് എന്നറിയപ്പെടുന്ന നടുവിലെ ഒരു ഭാഗമാണ് അല്ലേ. അത് ഒരു പ്രാവശ്യം തിരിയുന്ന സമയത്ത് പിസ്റ്റൺ എത്ര തവണ മുകളിലോട്ട് താഴോട്ട് ചലിക്കുന്നു എന്നാണ്. ഇപ്പൊ നമ്മൾ നോർമലി വർക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റൺ ഉണ്ട്, ഈ പിസ്റ്റന്റെ അകത്ത് പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും ചലിച്ചുകൊണ്ടിരിക്കുക അല്ലെ. മുകളിൽ നമ്മൾ നോർമലി TDC എന്നും താഴെ നമ്മൾ BDC എന്നുള്ളതാണ് പറയാറുള്ളത്. ഇത് ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ താഴോട്ട് കണക്റ്റിനോട് ഇങ്ങനെ പോയിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്ത് പിസ്റ്റൺ എത്ര തവണ ചലിക്കുന്നതാണ്? പിസ്റ്റൺ ഒരു തവണ മുകളിലോട്ട് പോകും, ഒരു തവണ താഴോട്ടും, ഒരു തവണ മുകളിലോട്ടും. അതായത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഹാഫ് കറക്കത്തിലാണ് പിസ്റ്റന്റെ ഒരു മൂവ്മെന്റ്, ഒരു സ്ട്രോക്ക് കംപ്ലീറ്റ് ആവുന്നത് അല്ലേ. അപ്പൊ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 തവണയാണ് എന്ത് ചെയ്യുന്നത്? പിസ്റ്റൺ ചലിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ. ഇപ്പോൾ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ 4 തവണ ചലിക്കണം. ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ കറക്കം പൂർത്തിയാക്കണം എന്നുള്ള കാര്യം കൂടി ഈ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഏത് വാൾവിനാണ് കൂടുതൽ വലുപ്പം? നമ്മൾ എഞ്ചിനുകളിലുള്ള മറ്റൊരു ഭാഗമാണ് പറയുന്നത് വാൾവ് എന്ന് പറയുന്ന ഭാഗം അല്ലെ. വാൾവ് എന്തിനാണ്? സിലിണ്ടറിന്റെ അകത്തോട്ട് എയർ ഫിൽ മിക്സർ എത്തിക്കാനും, അതേപോലെ തന്നെ കത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെ പവർ സ്ട്രോക്കിന് ശേഷം വരുന്നതിനെ എക്സോസ്റ്റ് പുറം തള്ളുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമ്മൾ എന്ത് പറയുന്നത്? വാൾവ് എന്ന് പറയുന്നത്. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ മാത്രമാണ് വാൾവ് ഉണ്ടാകുക, 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ വാൾവ് ഉണ്ടായിരിക്കില്ല. അതിന് പകരം 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ പോർട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഏത് വാൾവിനാണ് കൂടുതൽ വലിപ്പം? ഇൻലെറ്റ് വാൾവ് ആണോ, എക്സോസ്റ്റ് വാൾവ് ആണോ, റീഡ് വാൾവ് ആണോ? എല്ലാം തുല്യ വലിപ്പമായിരിക്കും എന്നുള്ള പറയുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇൻലെറ്റ് വാൾവ് ആണ്. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ അല്ലെങ്കിൽ വാൾവുകളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻലെറ്റിനായിരിക്കും വലുത് കേട്ടോ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. വലിയ വാൾവുകളെ നോക്കിയിട്ട് നമുക്കത് ഇൻലെറ്റ് വാൾവ് ആണെന്ന് ഉറപ്പിക്കാം. ഇൻലെറ്റ് വാൾവ് വലുതാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ ആണ് നമ്മുടെ സിലിണ്ടറിന്റെ സെക്ഷൻ സ്ട്രോക്കിൽ എഞ്ചിന്റെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ മാക്സിമം എയർ ഫ്യൂൽ മിക്സ്ചർ കയറി കഴിഞ്ഞാൽ നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, വാഹനത്തിന്റെ പവർ ഒക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻലെറ്റ് വാൾവ് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഫെയ്ഡ് എന്നാൽ എന്താണ്? ബ്രേക്ക് ഫെയ്ഡ് എന്ന് വെച്ചിട്ടോ, ബ്രേക്ക് ഫെയ്ഡ് ഇത് 2 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഒന്നെങ്കിൽ ബ്രേക്ക് ഫെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടി ഉണ്ട്, അതിന് പറയാറുള്ളത് ഫാഡിങ് ഓഫ് ബ്രേക്സ് എന്നാണ്. ഫാഡിങ് ഓഫ് ബ്രേക്സ്. നേരെ അതായത് ഇതിന്റെ ആ പ്രോസസ്സ് അല്ലെങ്കിൽ
ആ ഒരു ഇതിന് പറയുന്ന പേരാണ് ഫാഡിങ് ഓഫ് ബ്രേക്സ് കേട്ടോ. ഫാഡിങ് ഓഫ് ബ്രേക്സ്, ഒന്നെങ്കിൽ ബ്രേക്ക് ഫാഡ് അല്ലെങ്കിൽ ഫാഡിങ് ഓഫ് ബ്രേക്സ്. അപ്പോൾ ബ്രേക്ക് ഫാഡ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഒരു തരം ബ്രേക്കിംഗ് സിസ്റ്റമാണ് ബ്രേക്ക് ഫാഡ് എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെയാണ് ബ്രേക്ക് ഫാഡ് എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഒരു തകരാറിനെയാണ് ബ്രേക്ക് ഫാഡ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡിനെയാണ് ബ്രേക്ക് ഫാഡ് എന്ന് പറയുന്നത്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഒരു തകരാറിനെയാണ് എന്ത് പറയുന്നത്? ബ്രേക്ക് ഫാഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഫാഡ് അല്ലെങ്കിൽ എന്താണ് ഫാഡിങ് ഓഫ് ബ്രേക്ക് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാഹനത്തിൽ ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുരം ഇറങ്ങുന്നതിൻ്റെ തുടക്കം മുതലേ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ വാഹനത്തിന്. അപ്പോൾ താഴെ വരെ നമ്മൾ ബ്രേക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് യൂസ് കാരണം ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറയും. അതായത് നമ്മുടെ ഡ്രമ്മ് ചൂടാകും, അല്ലെങ്കിൽ ലൈനർ ചൂടാകും, അതോടൊപ്പം തന്നെ ഡിസ്ക് ചൂടാകും. ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ ഡിസ്ക് ചൂടാകും, ഡ്രം ബ്രേക്ക് ആണെങ്കിൽ ഡ്രമ്മ് ചൂടാകും. അത് ഹീറ്റ് ആയതിനു ശേഷം അതിന് ചെറിയൊരു വികാസം സംഭവിക്കും. ഹീറ്റ് ആയാലും അറിയാലോ, മെറ്റൽ പാർട്ടുകൾ ഹീറ്റ് ആവുന്ന സമയത്ത് വികസിക്കാറുണ്ട്. അപ്പോൾ വികാസം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യില്ല, ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ കിട്ടൂല. അതായത് നമ്മുടെ ബ്രേക്കിന്റെ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ടാവും, നഷ്ടപ്പെടും. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ഫാഡ് എന്ന് പറയുന്നത് അല്ലേ. പ്രൊലോങ്ഡ് അപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രേക്കിന്റെ അപ്ലിക്കേഷൻ കാരണം ബ്രേക്കിന്റെ എഫിഷ്യൻസി കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാഡിങ് ഓഫ് ബ്രേക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നല്ല ചോദിക്കാൻ സാധ്യതയല്ല, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രേക്ക് ഫാഡ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഇന്റർകൂളർ എന്തിന്റെ ഭാഗമാണ്? ഇന്റർകൂളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്റർകൂളർ ഇതിന്റെ പേര് തന്നെ ഉണ്ട് അല്ലെ. ഇന്റർകൂളർ എന്തിന്റെ ഭാഗമാണ്? എയർ കണ്ടീഷൻ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, എക്സോ സിസ്റ്റം, എഞ്ചിൻ എയർ ഇൻടേക്ക് സിസ്റ്റം. ഏത് വാഹനങ്ങളിലാണ് ഇന്റർകൂളർ ഉപയോഗിക്കുക? സൂപ്പർ ചാർജറും ടെർബോ ചാർജറും ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഇന്റർകൂളർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എന്താണ് ഇന്റർകൂളർ? എന്തിനാണ് ഇന്റർകൂളർ എന്ന് പറഞ്ഞാൽ? എഞ്ചിന്റെ ഇൻടേക്ക്, എയർ ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ഭാഗമായിപ്പെട്ടതാണ്. നമ്മൾ നോർമലി കൂളർ എന്നൊക്കെ പറയുമ്പോൾ എയർ കണ്ടീഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നേരെ ഇതിൽ കൊണ്ടുപോയി ആൻസർ മാർക്ക് ചെയ്യും അറിയാത്ത ആളുകൾ. അതേമാതിരി കൂളിംഗ് സിസ്റ്റം കൺഫ്യൂഷൻ ആവും അല്ലേ. അതാണ്, അതല്ല. എഞ്ചിന്റെ എയർ ഇൻടേക്ക് സിസ്റ്റം ആണ് എന്ത് പറയുന്നത്? ഇന്റർകൂളർ. അത് എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തോട്ട് വരുന്ന വായുവിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അത് സൂപ്പർ ചാർജറും ടെർബോ ചാർജറും ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. അത് എഞ്ചിന്റെ എയർ ഇൻടേക്കിലോട്ട് വരുന്ന, എഞ്ചിന്റെ അകത്തോട്ട് വരുന്ന വായുവിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇന്റർകൂളർ. ഇടയിൽ വെച്ചിട്ട് കൂൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർകൂളർ എന്ന് പറഞ്ഞാൽ. അത് എവിടെയൊക്കെ ഘടിപ്പിക്കും എന്നുള്ളതൊക്കെ ടെർബോ ചാർജറും സൂപ്പർ ചാർജറിലാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, എഞ്ചിൻ ഓയിൽ അളവ് നോക്കുന്ന ഉപകരണം. സിമ്പിൾ ആയിട്ട് കുറേ കാലങ്ങളായിട്ട്, ആദ്യ കാലങ്ങളെ ഡ്രൈവർ എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു സാധനമായിരുന്നു ഇത്. എഞ്ചിൻ ഓയിൽ അളവ് നോക്കുന്ന ഉപകരണം ഏതാണ്? നമ്മൾ വാഹനത്തിന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ബോണറ്റ് തുറന്നിട്ട് ഒരു കമ്പി പോലുള്ള ഒരു സാധനം പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എഞ്ചിന്റെ അളവ്, ഓയിലിന്റെ അളവ് നോക്കും. ആ ഉപകരണത്തിന്റെ പേരാണ് ഇരിക്കുന്നത് കേട്ടോ. ലെവൽ ഗേജ്, പ്രഷർ ഗേജ്, ഡിപ്സ്റ്റിക്ക് കേട്ടോ. എന്താണ് എഞ്ചിൻ ഓയിൽ അളവ് നോക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്ന് പറയുന്നത്? ഡിപ്സ്റ്റിക്ക് കേട്ടോ. ടിപ്പല്ല, ഡിപ്സ്റ്റിക്ക് ആണ്. ഇത് ഡ്രിപ്പ് സ്റ്റിക്ക് ആണ്, ഡ്രിപ്പ് സ്റ്റിക്ക് അല്ല, ഡിപ്സ്റ്റിക്ക് എന്നാണ് നമ്മൾ നോർമലി പറയാറുള്ളത് കേട്ടോ. മലയാളത്തിൽ എഴുതുമ്പോൾ അങ്ങനെ വരുന്നതാണ്. ഡിപ്സ്റ്റിക്ക് എന്നാണ് കറക്റ്റ് വേർഡ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനായിട്ടാണെന്നാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യ കാലങ്ങളിലൊന്നും ആളുകൾക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. ഇപ്പൊ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പെട്രോൾ പമ്പ് പോലെ തന്നെ പമ്പുകളിലായിട്ടും പമ്പിന്റെ അല്ലാതെ തന്നെ പുറത്ത് പല ഡഫ് നടക്കുന്നതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്തുണ്ടാവും? ഫ്ലൂയിഡ് വന്നിട്ടുണ്ടാവും അല്ലെ. ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്, ഡഫ് എന്ന് വേണമെങ്കിലും പറയാം. ഇതിന്റെ മറ്റൊരു സാധനം ഉണ്ട്, ഇതിന്റെ പേരുണ്ട്, നിങ്ങൾക്കറിയാം. ആഡ് ബ്ലൂ. നമ്മൾ ആഡ് ബ്ലൂ എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ. ആഡ് ബ്ലൂ ആണ് അടുത്തൊരു സാധനം, ഡഫിന് തന്നെ. അപ്പോൾ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്ന എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ ഡഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ഡീസൽ എക്സോസ്റ്റ്. ആഡ് ബ്ലൂ പറയുമ്പോൾ നമുക്ക് ഏകദേശം പിന്നെയും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ എ ശബ്ദം കുറക്കുന്നതിന്, ഓപ്ഷൻ ബി എഞ്ചിൻ തണുപ്പിക്കുന്നതിന്, ഓപ്ഷൻ സി അന്തരീക്ഷ മലിനീകരണം കുറക്കുന്നതിന്, ഓപ്ഷൻ ഡി മേൽ പറഞ്ഞ 3 ആവശ്യങ്ങൾക്കും വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? അന്തരീക്ഷ മലിനീകരണം കുറക്കുന്നത് അല്ലേ. അത് ഡീസൽ വാഹനങ്ങളിലൊക്കെ, വലിയ ലോറി പോലുള്ള വാഹനങ്ങളിലൊക്കെ അന്തരീക്ഷ മലിനീകരണം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഡഫ്, ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ടെർബോ ചാർജർ എഞ്ചിൻ ഉപയോഗിക്കുന്നത് എന്തിന്? ടെർബോ ചാർജർ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് എന്തിന്? ടെർബോ ചാർജർ, സൂപ്പർ ചാർജർ, ഈ 2 ചാർജറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കണം. ചാർജ് ചെയ്യാറ് എന്താ? നമുക്ക് അതിലേക്ക് കൂടുതൽ കൊടുക്കുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങളാണ് സൂപ്പർ ചാർജർ, ടെർബോ ചാർജർ. ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്, വർക്കിങ്ങിന്റെ ഒരു പ്രോസസ്സിനനുസരിച്ചാണ് സൂപ്പർ ചാർജർ എന്താ, ടെർബോ ചാർജർ എന്താന്നില്ല മാറ്റം വരുന്നത്. എഞ്ചിന്റെ അകത്തേക്ക് വായുപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിന്, എഞ്ചിനെ തണുപ്പിക്കുന്നതിന്, എഞ്ചിനകത്തേക്ക് ഇന്ധനം ശരിയായി നൽകുന്നതിന്, എഞ്ചിൻ ആയാസരഹിതമായി കറങ്ങുവാൻ സഹായിക്കുന്നതിന്. എന്തിനു വേണ്ടി ടെർബോ ചാർജ്?
എഞ്ചിൻ്റെ അകത്തേക്ക് വായു പ്രവാഹം വർദ്ധിക്കുന്നത്. എഞ്ചിൻ്റെ ഇൻലെറ്റിലോട്ട് എയറിൻ്റെ അളവ് കൂട്ടുന്നതിന്, അതായത് കൂടുതൽ എയർ അതിൻ്റെ അകത്തോട്ട് അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെർബോ ചാർജർ അല്ലെങ്കിൽ സൂപ്പർ ചാർജർ പോലുള്ള ഡിവൈസസ് ഒക്കെ നമ്മൾ വാഹനത്തിൽ എഞ്ചിന് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റർ പ്ലഗ് ഉപയോഗിക്കുന്നത് ഏത് എഞ്ചിനുകളിലാണ് എന്നാണ്. ഓപ്ഷൻ എ പെട്രോൾ എഞ്ചിൻ, ഓപ്ഷൻ ബി CNG എഞ്ചിൻ, ഓപ്ഷൻ ഡി ഡീസൽ എഞ്ചിൻ, ഓപ്ഷൻ ഡി തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ എഞ്ചിനുകളിലും. ഹീറ്റർ പ്ലഗ്, ഈ പേര് തന്നെ ഇതിലുണ്ട്, ഹീറ്റർ പ്ലഗ്. എന്തിനു വേണ്ടിയിട്ടാ? ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഹീറ്റ് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ്റെ എഞ്ചിൻ്റെ സിലിണ്ടർ ഹെഡിലോട്ട് കൊടുക്കുന്ന ഒരു പ്ലഗ് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഹീറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ചൂടായി കിടക്കുന്ന തണുത്ത് കിടക്കുന്ന സമയങ്ങളിൽ വാഹനം പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? നോർമലി കാണുന്നതും കൊടുക്കുന്നതും നമ്മൾ ഡീസൽ വാഹനങ്ങളിലാണ് നോർമലി കൊടുക്കുന്നത്, സ്റ്റാർട്ടായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ECU എന്നാൽ എന്ത്? ECU നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ് ECU എന്ന് പറയുന്നത്. എഞ്ചിൻ മോണിറ്റർ യൂണിറ്റ്, എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂള്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, എഞ്ചിൻ കറണ്ട് യൂണിറ്റ്. ഇതിലേതാണ് ECU? ഈ ECUവിന്റെ ചുരുക്കം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരേ ഇതിനല്ലേ ചുരുക്കം എഴുതിയിട്ട് ചോദിക്കുന്നത് അല്ലേ? ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ECU എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ തന്നെ വേറൊരു സാധനം കൊണ്ട് ECM എന്ന് പറയുന്നത് അല്ലേ? ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ അല്ലെങ്കിൽ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ. വാഹനത്തിന്റെ കേസിലാണ് സമയത്ത് നമ്മൾ എഞ്ചിൻ എന്ന് പറയാറുണ്ട്, എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഒരു ടയറിൽ 185/65 R14 എന്ന് കാണുന്നു. ഇതിൽ 14 സൂചിപ്പിക്കുന്നത് എന്താണ് അല്ലേ? ടയറിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. നമ്മളെ നോർമലി എല്ലാ എക്സാമുകൾക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്കലായിട്ടും ചോദിക്കാം, ടെക്നിക്കൽ അല്ലാതെ വാഹനവുമായി ബന്ധപ്പെട്ടും ചോദിക്കാം പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് അളവ്, ഇതിന്റെ യൂണിറ്റ് എന്തിനാണ് വരുന്നത്, ഇതെന്താണ് വരുന്നത് അല്ലേ? വിഡ്ത്ത് ഇൻ മില്ലിമീറ്റർ, ആസ്പെക്ട് റേഷ്യോ, അതേപോലെ തന്നെ ഈ ടയർ ഏത് ടൈപ്പാണ്, റേഡിയൽ ആണോ, അതേമാതിരിക്ക് ഇത് എന്താണ്, അതിലെ 14 എന്താണ് എന്നുള്ളതാണ് കേട്ടോ ചോദിക്കുന്നത്. ടയറിന്റെ വീതി, ടയറിന്റെ ഉയരം, റിമ്മിന്റെ ചുറ്റളവ്, റിമ്മിന്റെ വ്യാസം എന്താണ് വരുന്നത്? നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ടയറിന്റെ സൈഡിൽ നിന്ന് വശങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ടയറാണ്, ഈ ടയറിന്റെ വശങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? റിമ്മിന്റെ വ്യാസമാണ് എന്ത് വരുന്നത്? ഈ ഒരു 14 എന്ന് പറയുന്നത് അല്ലേ? R14 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ടയർ പ്രഷർ സൂചിപ്പിക്കുന്നതിൽ PSI എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? നമ്മൾ ടയറിന്റെ പ്രഷറിന്റെ യൂണിറ്റ് പറയുന്ന ഒരു ടേമാണ് PSI എന്ന് പറയുന്നത്. PSIയുടെ പൂർണ്ണ രൂപം അല്ലെ? ജസ്റ്റ് ഷോർട്ടായിട്ട് തന്നെ ചോദിക്കായിരുന്നു, PSIയുടെ പൂർണ്ണ രൂപം എന്താണ് എന്നാണ്. ടയർ പ്രഷർ സൂചിപ്പിക്കുന്നതിൽ പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, പാസ്കൽ പെർ സ്ക്വയർ ഇഞ്ച്, പ്രഷർ പെർ സ്ക്വയർ ഇഞ്ച്, അതേപോലെ തന്നെ പഞ്ച് പെർ സ്ക്വയർ ഇഞ്ച് എന്താണ് വരുന്നത്? പിന്നെ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് കേട്ടോ, മറക്കരുത്, തെറ്റരുത്. പൗണ്ട്സ് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ പ്രഷറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിന് അല്ലേ യൂണിറ്റ് ആണ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പൗണ്ട്സ് FPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ്, ഒരു എഞ്ചിനിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കുന്നത് എന്തിന്? ഒരു എഞ്ചിനിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ്. ഓപ്ഷൻ എ അന്തരീക്ഷ മലിനീകരണം കുറക്കാൻ, ഓപ്ഷൻ ബി ശബ്ദ മലിനീകരണം കുറക്കാൻ, ഓപ്ഷൻ സി മൈലേജ് വർദ്ധിപ്പിക്കുന്നതിന്, ഓപ്ഷൻ ഡി പവർ വർദ്ധിപ്പിക്കുന്നതിന്. എന്തിനു വേണ്ടിയാണ്? അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വാഹനങ്ങളിൽ അഡീഷണലി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് പറയുന്നത്. അന്തരീക്ഷ മലിനീകരണം കുറക്കാൻ. നമുക്ക് വേണമെന്നില്ല തിരിച്ചു ചോദിക്കാം, അന്തരീക്ഷ മലിനീകരണം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങൾ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ചോദിക്കാം. നമ്മൾ നേരത്തെ ഡീസൽ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും വേറെ സംഭവം പറഞ്ഞിരുന്നില്ലേ? അതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന ആൻസേഴ്സ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എയർ ബാഗിൽ കാണുന്ന SRS എന്താണ്? നമ്മൾ എയർ ബാഗ് വാഹനങ്ങളുടെ ഫ്രണ്ടിൽ എയർ ബാഗിൽ ഡാഷ്ബോർഡിലൊക്കെ കാണാൻ പറ്റും SRS എയർ ബാഗ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതെന്താണ്? SRSന്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. ഇപ്പോൾ ABS എയർ ബാഗ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ABSന്റെ ഫുൾ ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. സപ്ലിമെന്ററി റെസ്റ്റോറൻറ്റ് സിസ്റ്റം, സീരിയസ് റോഡ് സ്പീഡ്, സബ് റോഡ് സിസ്റ്റം, സൗണ്ട് റോഡ് സർവീസ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആൻസർ? സപ്ലിമെന്ററി റെസ്റ്റോർമെന്റ് സിസ്റ്റം ആണ് എന്തിൽ വരുന്നത്? SRS എന്ന് പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ABS അതേപോലെ തന്നെ SRS എയർ ബാഗ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഇതാക്കുക. നമ്മളെ വാഹനത്തിന്റെ സേഫ്റ്റി സിസ്റ്റത്തിൽ നമുക്ക് ആക്റ്റീവ് സിസ്റ്റങ്ങളും പാസീവ് സിസ്റ്റങ്ങളും ഉണ്ട്. വാഹനത്തിൽ അപകടം പറ്റാതിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അങ്ങനെയുള്ള സിസ്റ്റത്തെ നമ്മൾ ആക്റ്റീവ് സിസ്റ്റം, അപകടം പറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളെ സംരക്ഷിക്കുന്ന സിസ്റ്റങ്ങളെ നമ്മൾ പാസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ SRS എയർ ബാഗ് ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ള കാര്യങ്ങൾ പഠിച്ചേക്കുക. ചിലപ്പോൾ നമ്മളോട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
നെക്സ്റ്റ് അടുത്ത് ബൈറ്റിംഗ് പോയിന്റ് എന്നത് എന്തിനെ സംബന്ധിച്ചിട്ടുള്ള വാക്കാണ്? ബൈറ്റിംഗ് പോയിന്റ് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. അത് ടെക്നിക്കലിയും പറയാം, അല്ലാതെ വാഹന ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടും പറയാം. ഒന്ന് വാഹന അപകടവുമായി ബന്ധപ്പെട്ടത്, ബി വാഹനം ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടത്, ഓപ്ഷൻ സി പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടത്, ഓപ്ഷൻ ഡി ഗിയർ ബോക്സിൽ വരുന്ന ഒരു തകരാറ്. എന്താണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? എന്താണ് ബൈറ്റിംഗ് പോയിന്റ്? വാഹനം ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ത് പറയുന്നത്? ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. എന്തുകൊണ്ട് വാഹനം ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് പറയുന്നത്? കാരണം നമുക്കറിയാം ക്ലച്ച് അതിൽ ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലിൽ എൻഗേജ് ഡിസെൻഗേജ് ആവുന്ന ആ തട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് എൻഗേജ് ഡിസെൻഗേജ് ആകുമ്പോഴാണ് വാഹനം ഫ്രണ്ടിലോട്ട് ചലിക്കാൻ തുടങ്ങുന്നത് അല്ലെ. അത് തട്ടുന്ന സമയത്താണ്, എൻഗേജ് ആവുന്ന സമയത്താണ് ആ വാഹനം നമ്മൾ ചലിക്കാൻ തുടങ്ങുന്നത്. വാഹനത്തെ ചലിപ്പിക്കുന്നതിന് വേണ്ടി സംബന്ധിച്ച് ഈ ബൈറ്റിംഗ് പോയിന്റ് മുതലാണ് വാഹനം എന്ത് ചെയ്യുക, ചലിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഇതേം ഒക്കെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നതാണ്. അടുത്തത് BS4 എഞ്ചിൻ എന്നതിലെ BS എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഇപ്പൊ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവും BS4, അതേപോലെ തന്നെ BS6, ഇതിനൊക്കെ പൊല്യൂഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ BS4 BS എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ഭാരത് സ്റ്റേജ്, ഓപ്ഷൻ ബി ബ്രിട്ടീഷ് സ്റ്റേജ്, ഓപ്ഷൻ സി ഭാരത് സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ ഡി ബോ സ്റ്റേജ്. ഇതിൽ രണ്ട് ഓപ്ഷൻ വെറുതെ കൊടുത്താണ്, ഓപ്ഷൻ തേക്കാൻ വേണ്ടി കൊടുത്താണ്. അപ്പോൾ ഭാരത് സ്റ്റേജ് ആണോ ഭാരത് സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷൻ എ ഭാരത് സ്റ്റേജ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഭാരത് സ്റ്റേജ്, BS എന്ന് പറയുന്നത് ഭാരത് സ്റ്റേജ് ആണ്. നമ്മുടെ വാഹനത്തിന്റെ പുക മലിനീകരണവുമായി ബന്ധപ്പെട്ടോ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാലങ്ങളിലുള്ള അപ്ഡേഷനുകളാണ് ഈ BS3, BS4, BS6 എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് കേട്ടോ. BS5 വന്നിട്ടില്ല, BS4 നിന്ന് നേരെ BS6 ചാടിയത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യന്, ഒരു വാഹനത്തിലെ MIL എന്നാൽ എന്ത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ ഈ MIL കേട്ടിട്ടുണ്ടായിരിക്കൂല. നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും വാഹനത്തിൽ, എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ MIL എന്താണെന്ന് കേട്ടിട്ടുണ്ടായിരിക്കൂല. മെയിൻ ഇൻഡിക്കേറ്റർ ലാമ്പ്, മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ്, മൂവിംഗ് ഇനേർഷ്യ ലാഗ്, മൊഡ്യൂൾ ഇൻഡിക്കേറ്റർ ലാമ്പ്. എന്താണ് MIL MIL എന്ന് പറഞ്ഞാൽ എന്താ? മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് അല്ലെ. നമ്മുടെ വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ നമ്മളുടെ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉണ്ടായിരിക്കും. ഡാഷ്ബോർഡ് പറഞ്ഞാൽ മൊത്തത്തിൽ ഡാഷ്ബോർഡ് ആയിട്ട് പറയാം. അതിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉണ്ടാവും ഡ്രൈവറുടെ ക്യാബിന്റെ അടുത്ത് അല്ലെ, ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. ഇതിൽ കുറേ അധികം ലൈറ്റ്സ് ഉണ്ടായിരിക്കും. ബാറ്ററി ചാർജ് ആവുന്നത്, ABSമായി ബന്ധപ്പെട്ടത്, ഹാൻഡ് ബ്രേക്കുമായി ബന്ധപ്പെട്ടത്, ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ്സ് അല്ലെ, അതേമാതിരി സെൻസറിന്റെ ലൈറ്റുകൾ, ടെമ്പറേച്ചർ ഗേജുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വാഹനത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം അവസ്ഥയിലാണ്, ഇനി വാഹനം ഓടരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ലൈറ്റിനെ, അതായത് വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഒരു പ്രവർത്തനത്തിൽ ഒരു തെറ്റുണ്ട് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ പ്രവർത്തനം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ്. മാൾ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഷോർട്ടായിട്ട് MIL എന്ന് പറയുന്നത് കേട്ടോ. മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് തന്നെ. നമ്മൾ വാർണിംഗ് ലൈറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണ്. പക്ഷെ അതിൽ ടെക്നിക്കലി ആ വാർണിംഗ് ലൈറ്റിന്റെ പേര് എന്ന് പറയുന്നത് MIL ആണ്, മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടെക്നിക്കൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഇതിൽ ഏറ്റവും മുന്നേ നടന്ന, ഇപ്പൊ നിങ്ങൾ ഡ്രൈവർ കം OA എക്സാം എഴുതാൻ പോകുന്ന ആളുകളായിരിക്കും, ഇതിൽ തൊട്ട് മുന്നേ നടന്ന ഡ്രൈവർ കം OAയിൽ വന്നിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡ്രൈവറിന്റെ എക്സാം, ഡ്രൈവർ കം OA കുറേ അധികം കാറ്റഗറിയിലുള്ള ഒന്നിച്ചൊരു എക്സാം ഈ വരുന്ന ഓഗസ്റ്റിൽ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട സിലബസ് ഫുള്ള് കവർ ചെയ്യണം. നമ്മൾ ഡ്രൈവിംഗ് 50 മാർക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഭാഗത്തു നിന്ന് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ കഴിയുമോ ആ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്കും അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് CCയിൽ ഒരു 30 days സ്പെഷ്യൽ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും, PDF നോട്ടുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മെൻറ്ററോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം വന്നിട്ടുള്ള PYQ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ഡ്രൈവർ എക്സാം എഴുതുന്ന കൂട്ടുകാരിലോട്ടും വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്